GST പുനഃക്രമീകരണം നടപ്പിലാക്കുന്നതിൽ സഹായിച്ചതിനും നൽകിയ പിന്തുണയ്ക്കും സജീവ പങ്കിനും നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ എല്ലാ സംസ്ഥാനങ്ങളിലെയും ധനമന്ത്രിമാർക്ക് കത്തെഴുതി. സഹകരണ ഫെഡറലിസത്തിന്റെ മാതൃക ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് കേന്ദ്ര ധനമന്ത്രി വിവിധ സംസ്ഥാനങ്ങളിലെ മന്ത്രിമാർക്ക് വിഷയത്തിൽ കത്തയച്ചിരിക്കുന്നത്. ഇന്ത്യയ്ക്കും യുഎസിനും ഇടയിൽ മഞ്ഞുരുകും. ചൈനീസ് പക്ഷത്തേക്ക് ഇന്ത്യ ചാഞ്ഞുവെന്ന തന്റെ പ്രസ്താവന തിരുത്തിയ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, മോദി എന്നും തന്റെ നല്ല സുഹൃത്തായിരിക്കുമെന്ന് പറഞ്ഞതിന് പിന്നാലെ ഇതിനെ സ്വാഗതം ചെയ്തു പ്രധാനമന്ത്രി തന്നെ രംഗത്ത് വന്നതോടെയാണ് ഭിന്നതകൾ ഒഴിയുന്നതായി റിപ്പോർട്ടുകൾ പ്രചരിക്കുന്നത്. നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്ന തമിഴ്നാട്ടിൽ രാഷ്ട്രീയം കലങ്ങിമറിയുകയാണ്. പുറത്താക്കിയ പ്രമുഖ നേതാക്കളെ തിരിച്ചുകൊണ്ടുവരണം എന്നും ഐക്യമുണ്ടായാൽ മാത്രമേ ഭരണം പിടിക്കാൻ സാധിക്കൂ എന്നും അഭിപ്രായപ്പെട്ട മുതിർന്ന നേതാവ് കെ സെങ്കോട്ടയനെ എഐഡിഎംകെ പാർട്ടി പദവികളിൽ നിന്ന് നീക്കി. ദിണ്ടിഗലിൽ പാർട്ടി അധ്യക്ഷൻ എടപ്പാടി പളനിസ്വാമിയും മുതിർന്ന നേതാക്കളും യോഗം ചേർന്നാണ് തീരുമാനമെടുത്തത്. മക്കളുടെ വിവാഹത്തിന് ചെലവായ തുകയും തന്റെ വരുമാനവും വെളിപ്പെടുത്തി കെ. ഡി. ജലീൽ ML. യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി. കെ. ഫിറോസിനെതിരെ ആരോപണം ഉന്നയിക്കുന്ന വേളയിലാണ് താൻ നിയമം ലംഘിച്ച് ഒന്നും നേടിയിട്ടില്ലെന്ന് വിശദീകരിച്ച് ഖുർആൻ പിടിച്ച് ജലീൽ സത്യമിട്ട് മക്കളുടെ വിവാഹത്തിനുള്ള പണം ഭാര്യയിൽ നിന്ന് കടം വാങ്ങിയതാണെന്നും അദ്ദേഹം പറഞ്ഞു. മലയാള സിനിമാ പ്രേക്ഷകർക്ക് ഇന്നും വീട്ടിലെ കുട്ടിയാണ് നവ്യ നായർ. സിനിമ മേഖലയിൽ ഇപ്പോൾ പഴയതുപോലെ സജീവമല്ലെങ്കിലും നൃത്തരംഗത്താണ് നവ്യ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. സ്വന്തമായി നൃത്ത സ്കൂൾ നടത്തുന്ന നവ്യ കേരളത്തിലും പുറത്തും വിദേശത്തും ഒക്കെ നിരവധി നൃത്ത പരിപാടികൾ നടത്താറുണ്ട്. കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ വച്ച് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിന് ക്രൂരമായ മർദ്ദനമേറ്റ ദൃശ്യങ്ങൾ പുറത്തുവന്ന ദിവസം മുഖ്യമന്ത്രിക്കൊപ്പം പ്രതിപക്ഷ നേതാവ് വി. ഡി. സതീശൻ ഓണസദ്യ കഴിച്ചതിനെ ചൊല്ലി വിവാദം. സതീശൻ ചെയ്തത് തെറ്റ് എന്ന് ഒരു വിഭാഗവും ഓണസദ്യയിലും രാഷ്ട്രീയം വേണോ എന്ന് മറുവിഭാഗവും ചോദിക്കുന്നു. നടനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിക്കെതിരെ രൂക്ഷവിമർശനവുമായി സംവിധായകൻ ബൈജു കൊട്ടാരക്കർ. അടുത്തിടെ നടൻ രാമുവിന്റെ മകളുടെ വിവാഹ ചടങ്ങിൽ സുരേഷ് ഗോപി പങ്കെടുത്തിരുന്നു. ഇവിടെ വെച്ച് ദിലീപിനെയും ഭാര്യയും നടിയുമായ കാവ്യ മാധവനെയും സുരേഷ് ഗോപി ആശ്ലേഷിക്കുന്ന ചിത്രം പുറത്തുവന്നിരുന്നു. ഇത് ചൂണ്ടിക്കാട്ടിയാണ് വിമർശനം. തന്റെ യൂട്യൂബ് ചാനലായ ന്യൂസ് ഗ്ലോബിൽ ബൈജു കൊട്ടാരക്കർ പങ്കുവച്ച വാക്കുകൾ ഇങ്ങനെ: റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തുടരുമെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. തീരുമാനം ദേശീയ താൽപര്യം മുൻനിർത്തിയാണെന്ന് ധനമന്ത്രി ഊന്നിപ്പറഞ്ഞു. അമേരിക്കയുടെ താരിഫുകൾ മൂലം ദുരിതത്തിലായ കയറ്റുമതിക്കാർക്കായി സർക്കാർ ആശ്വാസ് പാക്കേജ് തയ്യാറാക്കുകയാണെന്നും നിർമ്മല സീതാരാമൻ പറഞ്ഞു. ചരക്ക് സേവന നികുതി GST പോലുള്ള പരിഷ്കാരങ്ങൾ ഈ ആഘാതത്തെ ലഘൂകരിക്കാൻ സഹായിക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു. ഗണേശോത്സവത്തിനിടെ മുംബൈയിലുടനീളം ചാവേർ സ്ഫോടനങ്ങൾ ഉണ്ടാകുമെന്ന് ഭീഷണിപ്പെടുത്തിയ 51-കാരൻ അറസ്റ്റിൽ. മുംബൈ പോലീസിന് ലഭിച്ച ഭീഷണി സന്ദേശത്തിന് പിന്നിൽ അശ്വിനി കുമാർ എന്നയാളാണെന്ന് വ്യക്തമായി. ബീഹാറിലെ പട്ന സ്വദേശിയായ ജ്യാതിഷിയും വാസ്തു കൺസൾട്ടന്റുമാണ് അശ്വിനി കുമാർ. ഫിറോസ് എന്നയാളുടെ പേരിലാണ് ഭീഷണി സന്ദേശം അയച്ചതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഇസ്ലാം മത വിശ്വാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷങ്ങളിൽ ഒന്നാണ് നബി ദിനം. അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബിയുടെ ജന്മദിനവും മരണദിനവും അനുസ്മരിക്കുന്ന ഒരു വിശുദ്ധ ദിനമാണ് ഹിജ്ര കലണ്ടർ പ്രകാരമുള്ള ഇസ്ലാമിക കലണ്ടറിലെ റബിയുൽ അവൽ മാസത്തിലെ 12 ദിനം. എല്ലാ വിഭാഗവും ഒരുപോലെ ആഘോഷിക്കുന്ന ദിവസം കൂടിയല്ല ഇത് എന്നും ശ്രദ്ധിക്കേണ്ടതാണ്.